നമുക്ക് നമ്മുടെ അനുഭവത്തിൽ ജീവിക്കാൻ പറ്റും. നമ്മുടേതല്ലാത്ത അനുഭവങ്ങളിൽ ജീവിക്കാനുള്ള ഒരു വലിയ ക്ഷണമാണ് വാസ്തവത്തിൽ വായന. നാം ജീവിക്കുന്ന ജീവിതമല്ല. ഞാനിപ്പോൾ ലളിതമായൊരു ഉദാഹരണം പറഞ്ഞാൽ, ടോൾസ്റ്റോയിയുടെ വിശ്വപ്രസിദ്ധമായ നോവൽ അന്നാ കരേനീന. അന്നാ കരേനീന എന്ന് പറയുന്നത് വളരെ സമ്പന്നമായ ജീവിത സാഹചര്യത്തിൽ കഴിയുന്ന, നല്ല കുടുംബവും നല്ല സാമ്പത്തിക ശേഷിയും യോഗ്യനായ ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെയുള്ള ഒരു സ്ത്രീ, അന്ന എന്ന സ്ത്രീ, അവര് ഒരു സൽക്കാര വേളയിൽ വച്ച് ഒരു കാമുകനെ കണ്ടുമുട്ടുകയും സ്വഭാവശുദ്ധിയൊന്നും അത്രയേറെ ഇല്ലാത്ത, വിടൻ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു കാമുകനെ കണ്ടുമുട്ടുകയും അയാളിൽ ആകൃഷ്ടനാവുകയും അയാൾക്ക് പിന്നാലെ തൻ്റെ ജീവിതം വുമായി നടക്കുകയും അവസാനം കൊടുങ്കാറ്റ് കടമറിച്ച് കളഞ്ഞൊരു മഹാവൃക്ഷം പോലെ അവരുടെ ജീവിതം അത്യന്തം ദയനീയമായി മണ്ണടിയുന്നതുമാണ് നാം ആ നോവലിൽ വായിക്കുന്നത്. ഇത്തരത്തിലൊരാൾ നമ്മുടെ ജീവിത പരിസരത്തുണ്ട്. നമ്മുടെ അയൽവക്കത്ത് അന്നാ കരനീനയിലെ അന്നയെപ്പോലൊരു സ്ത്രീ ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്ത്രീയെ മാനിക്കില്ല. നമ്മൾ ആ സ്ത്രീയെ ദുർനടപ്പുകാരിയായിട്ടോ നമ്മൾ ആ സ്ത്രീയെ മോശപ്പെട്ട സ്വഭാവത്തിൻ്റെ ഉടമയായിട്ടോ വളരെ നിഷേധാത്മകമായിട്ടാണ് കാണുക. അവരെ നമ്മൾ ഒട്ടും ആദരിക്കില്ല. അവരുടെ ജീവിതത്തിന് എന്തെങ്കിലും മൂല്യം നാം കൽപ്പിക്കുകയുമില്ല. പക്ഷെ കഴിഞ്ഞ 2 നൂറ്റാണ്ടായി ലോകം മനുഷ്യാവസ്ഥയെക്കുറിച്ച് ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കുന്ന പാഠങ്ങളിലൊന്ന് അന്നാ കരേനീനയിലാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥ ജീവിതാനുഭവം നമുക്ക് തരുന്നതിനേക്കാൾ വ്യാപ്തിയോടെ ജീവിതത്തിൻ്റെ സങ്കീർണതയെക്കുറിച്ച്, അതിലെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച്, അതിലെ വൈവിധ്യങ്ങളെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്താൻ കലയ്ക്ക് കഴിയും എന്നതാണ്. കലയുടെ വലിയ സാധ്യത അതാണ്. അതല്ലാതെ കുറച്ച് നേരം പോക്കിന് നാം പാട്ട് പാടുന്നു, കുറച്ച് നേരം പോക്കിന് നോവൽ വായിക്കുന്നു എന്നതല്ല. അത് തെറ്റാണെന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ അതിനപ്പുറം വലിയ സാധ്യതകളുണ്ട്. ജീവിതം എന്ന നിലയ്ക്ക് നാം ജീവിക്കുന്ന ജീവിതം എന്ന നിലയ്ക്ക് നമ്മുടെ അയൽപക്കങ്ങളിലോ ചുറ്റുവട്ടത്തിലോ നമുക്ക് പരിചയമുള്ള അനുഭവ ലോകങ്ങൾ, ഇതിൽ നിന്നൊക്കെ എത്രയോ ഭിന്നമായ, എത്രയോ വ്യത്യസ്തമായ, സങ്കീർണമായ, ഒരുപക്ഷെ നേർക്ക് നേരെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത എത്രയെങ്കിലും അനുഭവ ഘടനകൾ മനുഷ്യ ജീവിതത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ പതിയിരിപ്പുണ്ട്. അതിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ് വാസ്തവത്തിൽ കല ചെയ്യുന്നത്. അതുകൊണ്ടാണ് നാം ജീവിക്കുന്ന ജീവിതത്തിനപ്പുറത്തേക്ക് അനുഭവങ്ങളുടെ വലിയൊരാകാശത്തെ നമുക്ക് കല തുറന്നു തരുന്നു എന്ന് പറയാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അവരവരിൽ നിന്നുള്ള മോചനമാണ് മനുഷ്യനെ സാമൂഹ്യ ജീവിയാക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഞാൻ ഒറ്റയ്ക്കൊരാളാണ് എന്ന് കരുതുകയും എൻ്റെ ജീവിതം ഞാനായി തന്നെ പടുത്തുയർത്തിയതാണ് എന്ന് ധരിക്കുകയും